ഹായ് ഫ്രണ്ട്സ് ടൂറിട്ട് പോവാം. ജിമ്മിന് അതേ ഉറക്കമായിരുന്നു. പാവ ഹീറോയിനെ ഉറക്കം ജിമ്മിനിക്ക് ഒരു മാതിരിയായിരുന്നു, ഉറക്കം വരില്ല. അതുകൊണ്ട് ജിമ്മിനിക്ക് കൺഫ്യൂസ് ആയിരുന്നു. അതുകൊണ്ട് ഹീറോയിനെ ഓർത്തുകൊണ്ടിരുന്നായിരുന്നു. ശരി, ഇവിടെ കണ്ടുപിടിച്ച് പറ്റും എന്ന് ജിമ്മിൻ പ്ലാൻ ചെയ്തായിരുന്നു. അത് മാത്രമല്ല, ജിമ്മിനിക്ക് ഒരു ഗേൾ ഹീറോയിൻ ഇങ്ങനെ ദൂരെ വരുമ്പോൾ ജിമ്മിന് തേടായിരുന്നു. ജിമ്മിന് കെട്ടിയില്ലായിരുന്നു. ഹീറോയിൻ വെളിയിൽ വന്നു. അപ്പോൾ ജിമ്മിന് കണ്ടുവരുന്നു ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഇത് ഡോക്ടറല്ലേ, ഇത് ഹോസ്പിറ്റൽ ജോലി ചെയ്ത് ജിമ്മിന് കോൾഡ് ഡോക്ടറിനാരും എന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജിമ്മിന് കടി പറ്റപ്പോൾ ആ ഡോക്ടറാണ് ചെയ്തത്. അതുകൊണ്ട് രണ്ടാളൊക്കത്തുള്ള ഫോട്ടോ ജിമ്മിന് എടുത്തു. അങ്ങനെ ഫോട്ടോ എടുത്തായിരുന്നു. ഹീറോയ്ക്ക് കോൾ വന്നായിരുന്നു. അമ്മ ഇല്ല മോളെ, ഒരു പ്രശ്നം വന്നു, നടന്ന കാര്യം പറയായിരുന്നു. അമ്മ അതൊക്കെ ശരി, ഓക്കെ ഞാൻ വരാം എന്ന് പറയായിരുന്നു. അതുകൊണ്ട് ഹീറോയ്ക്ക് വേറെ വഴിയില്ല. ശരി, ഫ്രണ്ടിനോട് പറയാം നടന്ന കാര്യം. രണ്ടും ഷോക്കായിരുന്നു. മച്ചി ഞാൻ പോവാടി. എടി 1 മന്ത് പറയാ വന്നിട്ട് 20 നാളെ എത്ര മച്ചി എന്ന് പറയായിരുന്നു. എനിക്ക് കുറച്ച് നാളിലുള്ളത്. ഇല്ല മച്ചി പോയി പത്തുടി, അവൻ ടോർച്ച്. അതുകൊണ്ട് ഹീറോയി പറഞ്ഞ് പോവായിരുന്നു. ജിമ്മിനക്ക് ഷൂട്ടിങ് ജിമ്മിന് വന്ന് നോക്കുക ഹീറോയി പോയിട്ടായി. ജിമ്മിന് ഷോക്കായിരുന്നു വന്നിട്ട്. അതാ ഡോക്ടറിനോട് പോയിട്ട് ഫോട്ടോ കാട്ടിയിട്ട് കുറേ പറയായിരുന്നു. ജിമ്മിൻ എന്താ ഡോക്ടർ കേട്ടായിരുന്നു, എന്ത് പ്രശ്നവും. ജിമ്മിൻ നടന്ന കാര്യം പറഞ്ഞു. ജിമ്മിന് എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടായിരുന്നു. ജിമ്മിന് പറയുന്ന കേട്ട് ഷോക്കായിരുന്നു. നീ ഒരു അട്രപ്പാ, അതെങ്ങനെ സെറ്റാവും. ജിമ്മിന് പറയായിരുന്നു. ജിമ്മിന് വഴക്ക് പറയായിരുന്നു. ജിമ്മിന് വരട്ടായിരുന്നു. എന്തപ്പാ ഇങ്ങനെ പറയുന്നു, എനിക്ക് അവളെ ഇഷ്ടമാണ്, നീ പറയുന്നില്ലേ എന്ന് ജിമ്മിന് ഓർത്താൻ തുടങ്ങിയായിരുന്നു. ജിമ്മിൻ്റെ അടുത്ത് ഇല്ലപ്പാ അവൾക്ക് മാരേജ് എന്ന് പറയാം. ജിമ്മിന് പറയുന്നത് ഷോക്കായിരുന്നു. ഇപ്പം മാരേജ് ഇല്ലപ്പാ, ഇപ്പം എൻഗേജ്മെൻറ്റ് നടക്കാൻ പോവാ, നെക്സ്റ്റ് അവൾക്ക് മാരേജാണ് എന്ന് പറയായിരുന്നു. ഇത് കേട്ട് ജിമ്മിൻ ഷോക്കായിരുന്നു. എന്താ നീ പറയുന്നത്? അതെ, നടന്ന കാര്യം മൊത്തം പറഞ്ഞായിരുന്നു. ജിമ്മിക്ക് ഷോക്കായിരുന്നു. എനിക്ക് പോകണം ഉള്ള ഇന്ത്യയിൽ. അതേ ജിമ്മിൻ നടന്ന കാര്യം പറഞ്ഞു. ഈ മാരേജ് ഇഷ്ടമില്ല, ഫോഴ്സ് മാരേജ്. നടന്ന കാര്യം മൊത്തം പറയാം. ജിമ്മിക്ക് ഷോക്കായിരുന്നു. ജിമ്മിന് ഫുൾ വീഡിയോസ് എങ്ങനെ മാരേജ് കുറിച്ച് എല്ലാ ഫ്രണ്ട് വെച്ച് കൊടുത്ത ഹീറോയിൻ്റെ ഫ്രണ്ട്, അവർ ഹസ്ബൻഡ് വൈഫ്, അത് സ്വന്തം ഫ്ലൈറ്റ് ജിമ്മിൻ അങ്ങനെ വിട്ട് വന്ന് എത്തി. ഹീറോ ഇപ്പം നോക്കും, സാഡായിരുന്നു. മമ്മി പറയുന്നു ഇല്ലമ്മ അതെ രാഹുൽക്ക് ഹീറോയിന് ഭയങ്കര ഇഷ്ടമാണ്. രാഹുൽ ഒരു റോഡി മാറി. രാഹുൽക്ക് ഒരുപാട് ഹീറോയിനെ ഒരുപാട് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ രാഹുൽ പറഞ്ഞ ഹീറോയിൻ്റെ വീട് എന്താ കുറച്ച് ദൂരമുള്ളതാണ്, 4 വീട് തള്ളിയിട്ട് പോകണം. രാഹുൽ പറയായിരുന്നു ഹീറോയിൻ മാരേജ് കഴിച്ചില്ല, എന്നെ മറട്ടായിരുന്നു, എൻ്റെ ഹോസ്പിറ്റലിൽ എന്തെല്ലാം കേട്ട പേര് പറയുമോ, അങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ, ഫേക്ക് വീഡിയോ ആണ്. അതിൽ പറഞ്ഞിട്ട് എന്തെല്ലാം ചെയ്യുമെന്ന് പറയുന്നു. അതുകൊണ്ട് ഹീറോയ്ക്ക് വേറെ വഴിയില്ല, മാരേജ് കഴിച്ചേ പറ്റൂ, വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് ഹീറോയിനെ കുറിച്ചിട്ട് ഫുള്ള് പറയുന്നു. അങ്ങനെ ഹീറോയിൻ മാരേജ് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് വേറെ വഴിയില്ല. അച്ഛനും അമ്മനും വെറുതെ വെച്ചായിരുന്നു കൊണ്ട് ഹീറോയിൻ മാരേജ് സമ്മതിച്ചായിരുന്നു. അതുകൊണ്ട് മാരേജ് അടക്കാൻ പോവായിരുന്നു. അത് ജിമ്മിന് എത്തി. ജിമ്മിന് കുറച്ച് ബോഡി ഗാർഡ് ഉണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ റൂം ഇതാണ്, വീട് റൂം ഇതാണ് എല്ലാം പറഞ്ഞു കൊടുത്തത്. ശരി, ഓക്കെ. അങ്ങനെ രാഹുൽ മാരേജ് മണ്ഡപത്തിൽ റെഡി ആവുമെന്ന് വെളിയിൽ വന്നായിരുന്നു രാഹുൽ. അതിനായിട്ട് എല്ലാവർക്കും സാഡായിരുന്നു. നന്നായിട്ട് മാരേജ് നടക്കാൻ പോകുമ്പോൾ ബോർഡ് രാവിലെ ആകുമ്പോൾ രാഹുൽ ഉറങ്ങായിരുന്നു. അപ്പോൾ ജിമ്മിൻ്റെ ബോഡി ഗാർഡ് അവനെടുത്തോണ്ട് പോയിരുന്നു. ഹീറോയിൻ ഫ്രണ്ട് വന്നായിരുന്നു. ശരി, ഓക്കെ ഞാൻ പോകാമെന്ന്. ഹീറോയിൻ സാഡായിരുന്നു. അങ്ങനെ ബോർഡ് ചേഞ്ച് ആക്കി. അങ്ങനെ രാഹുൽ ആണ് എന്ന് പറയായിരുന്നു. അങ്ങനെ നാട്ടുകാർക്കും എന്നെല്ലാം അറിയില്ലായിരുന്നു. അങ്ങനെയായിട്ട് അവർ സാഡായിരുന്നു. പിന്നെ ബോർഡിൽ പേരൊന്നും വായിച്ചില്ല. അവരെല്ലാവർക്കും സാഡായിരുന്നു. എന്ത് കഷ്ടമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. രാഹുൽ ആളൊക്കെ സർപ്രൈസ് ആണ് കൊടുക്കാൻ പോകുന്നത്. ആരാ ചെക്കനെന്ന് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത്, വേറെ ആർക്കൊന്നുമില്ല, മാരേജ് എന്ന് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ രാഹുലിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു അറിയൂ. രാഹുൽ ഫ്രണ്ട്സ് വന്ന് നോക്കുമ്പോൾ ബോർഡിൽ പേര് ചേഞ്ച്. രാഹുൽക്ക് വളരെ കോൾ ചെയ്ത് നോക്കുമ്പോൾ ഫോട്ടോ ചേഞ്ച്, പേര് ചേഞ്ച്, എല്ലാം ജിമ്മി സെറ്റാക്കിയായിരുന്നു. അങ്ങനെ മാരേജ് നടക്കാൻ പോകുന്നു. ഹീറോയിൻ റെഡിയായി വന്നു. അങ്ങനെ മണ്ഡപത്തിട്ടിരുന്നായിരുന്നു. ഹീറോയ്ക്ക് ഒരുപാട് സാഡായിരുന്നു. അങ്ങനെ കല്യാണം നടന്നായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും അറിയില്ല, ഇടി വീണ് കഴിക്കാതെ എല്ലാ കല്യാണം നടന്നായിരുന്നു. അങ്ങനെ ജിമ്മിൻ്റെ മമ്മി ഡാഡിയും ഉണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. എങ്ങനെ ഇവന് കല്യാണം കഴിച്ചല്ലേ പറഞ്ഞത്. ജിമ്മിൻ്റെ മമ്മിക്ക് ഡാഡിക്ക് ജിമ്മിന് പോകുന്ന കാര്യം അത് ജിമ്മിൻ്റെ ഫോളോ ചെയ്യുന്ന ഒരു ബോഡി ഗാർഡ് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ജിമ്മിൻ്റെ മമ്മി ഡാഡി വന്നിരുന്നു. ജിമ്മിന് ഷോക്കായിരുന്നു. അങ്ങനെ മാരേജ് നന്നായിട്ട് നടന്നായിരുന്നു. അങ്ങനെ റൂമിൽ പോകാൻ പറയായിരുന്നു ഹീറോയിൻ മമ്മി അത് എന്ന് പറയുന്നു. ഈ ഹീറോയിൻ്റെ ഫ്രണ്ട് പറഞ്ഞോളൂ പറയും, മച്ചി കൺഗ്രസ് ഡി എന്ന് പറയുന്നു. അതിലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. നീ എപ്പടി വന്നോ ഇവിടുക്കെന്ന് പറഞ്ഞു. നടന്ന കാര്യം പറഞ്ഞു. നിനക്ക് മാരേജായി, ജിമ്മിയും കൂടെ മാരേജായിരുന്നു. ഇത് കേട്ട ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. എന്താ ഇത് പറഞ്ഞത്? നടന്ന കാര്യം പറഞ്ഞു.
ജിമ്മിൻ കൂടെ. ഇതിട്ട് ഹീറോയ്ക്ക് ഷോക്ക്. അയ്യോ, ഇവനെ മാരേജ് കഴിച്ച ഹീറോയ്ക്ക് കുറച്ച് പേടിയാണ്. ഒരുപോലെ തല്ലിന് റിവെഞ്ച് എടുത്തതാ ഇങ്ങനെ ഹീറോ മനസ്സിലിരിക്കുക. മമ്മി ഞാൻ പോകുന്നില്ല. എന്തിട്ടീ പറയണ എന്ന് പറയുന്നത്. അങ്ങനെ റൂമൊക്കെ വന്നായിരുന്നു. റൂം വന്ന് നോക്കും, ജിമ്മിനെ കാണുന്നില്ല. ഓ, അവൻ പോയോ എന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ജിമ്മിൻ ലോക്ക് ചെയ്താണ്. ഹീറോയിനെ നോക്കായിരുന്നു ജിമ്മിന്. ആ, എന്താ നോക്കുന്നതെന്ന് പറയുന്നു. ജിമ്മിന് ആ ഹീറോയിൻ്റെ അടുത്ത് വന്നായിരുന്നു. അടുത്തടുത്ത് വരാൻ തുടങ്ങിയത്. ജിമ്മിൻ ഷോക്കായി നോക്കാൻ തുടങ്ങിയത്. ജിമ്മിൻ അടുത്ത് വന്ന് ബേബി എന്ന് പറയുന്നത്. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ബേബിയാ, എന്താ ജിമ്മിൻ പറയുന്നത്. ഫസ്റ്റ് കണ്ടതിന് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നടന്ന് കരയുമെന്ന് പറയുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അതുപോലെയല്ല ഹീറോയുടെ ഗ്രീൻ ബ്ലൂ ബുക്ക്, അത് ബുക്ക് ഉണ്ടായിരുന്നു. അത് ജിമ്മിന് കാട്ടായിരുന്നു. ഹീറോയുടെ കയ്യിൽ നിന്ന് വീണ് പോയത്. അത് ജിമ്മിന് വർക്കായിരുന്നു. ജിമ്മിന് പറയണം, നിനക്ക് എന്നെ പിടിക്കും. നിൻ്റെ ലൈഫ് സ്റ്റോറി എല്ലാം എനിക്ക് ഈ ബുക്കിൽ ഞാൻ വായിച്ചതാണ്. അതുകൊണ്ട് ഫോൺ നമ്പറും കൂടെ അറിയും. അതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ച് വരാതിരിക്കാൻ കാരണം എനിക്കറിയും. മാത്രം എന്നെ കണ്ടുപിടിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ എന്ന് ജിമ്മിന് പറയുന്നു. എൻ്റെ ഫോൺ നമ്പർ അതടി നിന്നെ കോൾ തന്നെ എടുത്തോ നീ എന്ന് പറയുന്നു. ഹീറോയിൻ വാക്ക് പറയുന്നു. അതൊക്കെ ഇപ്പോൾ ആ ജിമ്മിന് എടുത്തു വരുന്നു. അത് എന്ന് പറയുന്നു. ജിമ്മിന് വന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞു. ഹീറോ ഷോക്കായിരുന്നു. പ്രൊഫസർ കിസ് ചെയ്തിരുന്നു. ജിമ്മിന് അതെങ്ങനെ സെറ്റാവും, ഏജ് കാപ്പിടും ജിമ്മിന് പറയായിരുന്നു. എനിക്ക് 24 വയസ്സ്, നിനക്ക് എത്ര? 27 വയസ്സ്. അതൊക്കെ പ്രശ്നമൊന്നുമില്ല ജിമ്മിന് പറയായിരുന്നു. ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. എന്താ ജിമ്മിന് പറയുന്നത്? അതെ. അങ്ങനെ അവർ രണ്ടുപേരും ജിമ്മിന് ബെഡിൽ തട്ടി. അങ്ങനെ അവർ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഡേയ്സ് പോകാൻ തുടങ്ങി. ജിമ്മിനൊക്കെ ബേബീസ് വന്നു. ജിമ്മിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ജിമ്മിനൊക്കെ പറഞ്ഞു സ്വന്തം ഒരു ഹോസ്പിറ്റലിൽ ചേർന്ന് ഇവിടെ വേണ്ടി ഹോസ്പിറ്റൽ പറഞ്ഞു. ജിമ്മിന് ഏത് ആക്ട്രസ്മാർക്ക് എന്ത് പ്രശ്നം വന്നാൽ ജിമ്മിൻ പറയുന്നത് എൻ്റെ വൈഫ് ഹോസ്പിറ്റലിൽ പോകുന്നു. അതിന് ഭയങ്കര ഫേമസ് ആണ് ഹീറോയിൻ. ഭയങ്കര ഫേമസ് ആണ്. ഹാപ്പി എൻഡിങ് സ്റ്റോറീസ്.